ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താർ സ്പെഷ്യലായിട്ട് ഒരു അടിപൊളി റിഫ്രഷിങ് ഡ്രിങ്കാണ് റെഡിയാക്കി എടുക്കുന്നത്. അത് നമ്മൾ പൈനാപ്പിൾ വെച്ചിട്ടാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കൊടും ചൂടിനും നമ്മുടെ നോമ്പിനും ക്ഷീണത്തിനും ദാഹത്തിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇഫ്താർ സ്പെഷ്യലായിട്ട് പൈനാപ്പിൾ വെച്ചിട്ടാണ് ഒരു അടിപൊളി ജ്യൂസ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം നമ്മളിതാ പൈനാപ്പിളിൻ്റെ ഒരു പകുതി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് എടുക്കാം. നല്ലൊരു അടിപൊളി റിഫ്രഷിങ് ഡ്രിങ്ക് തന്നെ നമുക്ക് ഈ ഒരു ഐറ്റം വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചൂടിനും നോമ്പിനൊക്കെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. പൈനാപ്പിൾ എടുക്കുമ്പോൾ നല്ല പഴുത്ത പൈനാപ്പിൾ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്കിത് കുടിച്ചു കഴിഞ്ഞാൽ ചിലവർക്കൊക്കെ നല്ല പോലെ അങ്ങ് ഒരു ചുണ്ടൊക്കെ നല്ല പോലെ ചൊറിഞ്ഞു വരും. അപ്പം അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജ്യൂസ് അടിച്ചെടുക്കുമ്പോൾ നല്ല പഴുത്ത പൈനാപ്പിൾ തന്നെ എടുക്കാം. അപ്പോൾ ഞാനിതാ നല്ല പോലെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്യാം. ഇതേപോലെ നമുക്ക് എല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കളഞ്ഞെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചിലവർക്കിത് പറ്റില്ല, അതുകൊണ്ടാണ് നമ്മളിത് കളഞ്ഞെടുക്കുന്നത്. പിന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യും. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കുക്കമ്പറിൻ്റെ പകുതി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 6-7 പീസ് നമ്മൾ പപ്പായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്ര ഐറ്റംസ് നമ്മൾ എടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്, കുക്കുംബർ എടുത്തിട്ടുണ്ട്, ഒരു പിടി പുതിനയില എടുത്തിട്ടുണ്ട്, പിന്നെ ഇതാ നമ്മൾ ഒരു 6-7 കഷ്ണം പപ്പായ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. പൈനാപ്പിളിലൊക്കെ അത്യാവശ്യം മധുരം ഉണ്ടാവും, നോക്കിയിട്ട് ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു നോർമലായിട്ടുള്ള മധുരമാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മളിവിടെ
അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇനി ഞാനിതാ ഒരു ബൗളിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനോടൊപ്പം തന്നെ കുറച്ച് ഐസ് വാട്ടറും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ജ്യൂസ് ഒരു അരിപ്പ വെച്ച് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അരിച്ചെടുക്കണ്ട, നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഇഫ്താർ സ്പെഷ്യലായിട്ട് നമ്മൾ പൈനാപ്പിൾ വെച്ചിട്ടൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പാർട്ടികളിലൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു കൊടും ചൂടിനും നമ്മുടെ നോമ്പിനും ക്ഷീണത്തിനും നമുക്ക് ഒരുപാട് എനർജി കിട്ടുന്ന രീതിയിലുള്ള ഡ്രിങ്കുകളാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.